അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസ് കൃത്യം 9:30 തന്നെ ടെലികാസ്റ്റ് ആരംഭിച്ചു. ആദ്യം കാണിച്ചത് ബിഗ് ബോസിൻ്റെ ആ വലിയ ലോഗോയാണ്. പാട്ടും ഡാൻസോടും കൂടി തന്നെ കണ്ടസ്റ്റൻസ് എല്ലാവരും ഒന്നിച്ച് ഡാൻസ് കളിച്ചുകൊണ്ട് തന്നെ നമ്മുടെ എപ്പിസോഡ് ആരംഭിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഈ സീസൺ കണ്ടപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്, ഇതൊരു മികച്ച സീസൺ ആയിരിക്കുമെന്ന്. കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ സീസൺ എന്തുകൊണ്ടും മികച്ചതാകുമെന്ന് ഒരു ശുഭപ്രതീക്ഷ എനിക്കുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രത്യേകതകൾ പറയാനാണെങ്കിൽ ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നോമിനേഷൻ ടാസ്ക് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചെറിയ രീതികളിലുള്ള അടിയും വഴക്കുകളും ഒക്കെ നടന്നിരുന്നു. ആദ്യ ദിവസമായതുകൊണ്ട് തന്നെ ആരും വീക്ക് കണ്ടസ്റ്റൻ്റ് എന്നുള്ള പേരെടുക്കാൻ ആഗ്രഹിച്ചില്ല. അപ്പോൾ ഡാൻസിന് ശേഷം ആദ്യം തന്നെ നമ്മൾ കണ്ടത് ചെറിയൊരു അടിയാണ്. ജാൻമണിയും അതുപോലെ തന്നെ രതീഷും കൂടി നടന്ന ഒരു അടിയാണ്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു സിഗരറ്റിൻ്റെ പേരിലായിരുന്നു. ജാൻമണി സിഗരറ്റ് ഗ്യാസിൽ നിന്ന് കത്തിച്ചുകൊണ്ട് പോയതിൻ്റെ പേരിലായിരുന്നു രതീഷ് വഴക്കുണ്ടാക്കിയത്. നിങ്ങൾ കാണിച്ചത് എന്ത് അപകടകരമായ കാര്യമാണ്, 19 പേരുടെ ജീവൻ വെച്ചാണ് നിങ്ങൾ കളിച്ചതെന്ന് പറഞ്ഞ് രതീഷ് അലറിക്കൊണ്ടായിരുന്നു അവിടെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ജാൻമണി ഒട്ടും വിട്ടുകൊടുത്തില്ല, തിരിച്ച് തെറി പറഞ്ഞും ആട്ടിയുമൊക്കെയാണ് ജാൻമണി പ്രതികരിച്ചത്. പിന്നീട് ആദ്യമായിട്ട് നമ്മുടെ ഒരു കണ്ടസ്റ്റൻറ്റിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. നല്ല ഭംഗിയുള്ള കൺഫെഷൻ റൂമായിരുന്നു. ഇതുവരെ വന്ന സീസണിൽ ഏറ്റവും ഭംഗിയുള്ള, കഴിഞ്ഞ പ്രാവശ്യം കുറേ കോടാലിയും വാളും വടിവാലും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇത്തവണ നല്ല അതിമനോഹരമായി ഡെക്കറേറ്റ് ചെയ്ത ഒരു കൺഫെഷൻ റൂമായിരുന്നു. അതിൽ വളരെ സർപ്രൈസ് ഉണ്ടായിരുന്നു. ഒരു ബലൂൺ കെട്ടി തൂക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ പിടിച്ച് വലിക്കാനായിട്ട് ആവശ്യപ്പെടുകയും അതിൽ നിന്ന് കുറേ റെഡ് പുഷ്പങ്ങൾ താഴേക്ക് വീഴുകയും ചെയ്തു. അതുപോലെ തന്നെ മുമ്പിൽ ഒരു ചോക്ലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് കഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് ടാസ്ക് ലെറ്റർ വായിക്കാനായിട്ട് ഏർപ്പാടാക്കി. ആ ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിരുന്നത് ക്യാപ്റ്റൻസി ടാസ്കിനെ പറ്റിയായിരുന്നു. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഗാർഡൻ ഏരിയയിൽ ഒരു ചെളിയിൽ ആയിട്ട് കുറേ ബോളുകൾ നിരത്തിയിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ബോൾ കളക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ടാസ്ക്. പക്ഷേ അതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, പുറത്ത് ഒരു ബോർഡ് സിഗ്നൽ വെച്ചിട്ടുണ്ട്. റെഡ് കളറ്, യെല്ലോ കളറ്, അതുപോലെ തന്നെ ഓറഞ്ച് കളറ്. അതിൽ റെഡ് കളർ വരുമ്പോൾ, ഗ്രീൻ കളർ വരുമ്പോൾ അതിൽ പോയി ബോൾ എടുക്കാം. റെഡ് കളർ വരുമ്പോൾ ആരൊക്കെയാണോ അതിൽ നിൽക്കുന്നത് അവർ ഔട്ടാണ്. റെഡ് കളർ വരുമ്പോൾ എല്ലാവരും പുറത്തിറങ്ങണം എന്നുള്ളതായിരുന്നു നിബന്ധന. എന്നാൽ ആദ്യത്തെ ടാസ്കിൽ തന്നെ എല്ലാവരും പരാജയപ്പെട്ടു. എന്നാൽ ബിഗ് ബോസ് അത് ക്ഷമിച്ചു. കാരണം എല്ലാവരും തന്നെ റെഡ് കളർ വന്നപ്പോൾ അതിൻ്റെ അകത്തായിരുന്നു. അപ്പോൾ ആദ്യത്തെ ടാസ്കിൽ തന്നെ എല്ലാവരും ഔട്ടായതുകൊണ്ട് എല്ലാവർക്കും പിന്നീട് ഒരവസരം കൂടി നൽകി. പിന്നീട് നമ്മുടെ സ്വന്തം അർജുൻ ശ്യാം ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചില മത്സരാർത്ഥികൾക്കൊന്നും തന്നെ അത് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഈ ടാസ്കിൻ്റെ ഇടയ്ക്കും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ചെറിയൊരു ട്വിസ്റ്റിലൂടെയാണ് അർജുൻ ശ്യാം ജയിച്ചത്. കാരണം ശ്രീരേഖ കളക്ട് ചെയ്ത ബോളുകളെല്ലാം കൂടി ശ്രീരേഖ അതിൻ്റെ അവസാനം അർജുൻ ശ്യാമിന് കൊടുത്തു. അങ്ങനെയാണ് അവിടെ ചെറിയൊരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടാണ് അർജുൻ ക്യാപ്റ്റനായത്. പക്ഷേ ശ്രീരേഖ അങ്ങനെ കൊടുക്കാനായിട്ട് മറ്റൊരു കാരണമുണ്ട്. ഇതിനിടയ്ക്ക് അവിടെയുള്ള 2 കണ്ടസ്റ്റൻസ് അസിറോക്കിയും സിജോയും കൂടി പ്ലാൻ ചെയ്തിട്ട് സിജോ കളക്ട് ചെയ്യുന്ന ബോളുകളെല്ലാം കൂടെ കൊണ്ട് അസിറോക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ജാസ്മിൻ കാണുകയും അത് അവിടെ ഒരു വലിയ പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു. ഇത് തെറ്റാണെന്ന് പറഞ്ഞ് രതീഷും കൂടി അവിടെ ഒരു ചെറിയൊരു സംഘർഷം ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ശ്രീരേഖ ഒരു ബുദ്ധി തോന്നിയത്. പക്ഷേ ശ്രീരേഖ ആദ്യം കളക്ട് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, ഞാൻ ഇൻഡിവിജ്വലായിട്ടാണ് കളിക്കുന്നത്, ഞാൻ ഗ്രൂപ്പായിട്ടല്ല. എങ്കിലും അവസാനം ശ്രീരേഖ താൻ കളക്ട് ചെയ്ത ബോളുകൾ അസി ജയിക്കുമെന്നായപ്പോൾ അതെല്ലാം കൂടെ കൊണ്ട് അർജുൻ്റെ ബാസ്ക്കറ്റിലേക്ക് ഇടുകയും അർജുൻ ജയിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഈ ടാസ്കിനിടയ്ക്ക് ഉണ്ടായ മറ്റൊരു പ്രശ്നമാണ് അസിറോക്കി സ്ത്രീകളോട് സംസാരിക്കുന്നതിൽ യാതൊരു റെസ്പെക്റ്റും ഇല്ലാതെയാണ് സംസാരിക്കുന്നതെന്ന് നമ്മുടെ ജാസ്മിൻ ആരോപിച്ചു. അതുപോലെ തന്നെ മറ്റു ചില സ്ത്രീ കണ്ടസ്റ്റൻസും ആരോപിച്ചു. മര്യാദയ്ക്ക് സംസാരിക്കണം, നിൻ്റെ സംസാരം മര്യാദയ്ക്കാക്കണം എന്ന് പറഞ്ഞ് ചെറിയൊരു അടി അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 2-3 റൗണ്ടാണ് ടാസ്ക് പോയത്. 3-4ാമത്തെ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ ബോൾ കളക്ട് ചെയ്ത ആരാണോ അയാൾ ജയിച്ചു. ഇതിനിടയ്ക്ക് പിടിച്ചു മാറ്റാനായിട്ട് നമ്മുടെ അസീനെയും അതുപോലെ തന്നെ
രതീഷിനെയും പിടിച്ചു മാറ്റാനായിട്ട് ഇടയ്ക്ക് വന്ന ഗാബ്രിയോടും അസി ചൂടായി. അങ്ങനെ അവർ തമ്മിലും ചെറിയൊരു വാക്കേറ്റമുണ്ടായി. അവരെ പിടിച്ചു മാറ്റേണ്ടി വന്നു മറ്റ് കണ്ടസ്റ്റൻസുകൾക്ക്. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ കലഹങ്ങളുണ്ടായി. ഓരോ ടാസ്ക് കഴിയുമ്പോഴും ബിഗ് ബോസ് ആയിരുന്നു അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നത് ആരൊക്കെയാണ് ഔട്ട്, ആരൊക്കെയാണ് ഔട്ടല്ല എന്നുള്ളത്. സാധാരണ അങ്ങനെയല്ല, കണ്ടസ്റ്റൻസ് തന്നെ തീരുമാനിച്ച് ആരാണ് ഔട്ടെന്ന് നിങ്ങൾ പറയാനാണ്. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വലിയ അടി നമുക്ക് കാണേണ്ടി വന്നേനെ. അത് ബിഗ് ബോസ് ഒഴിവാക്കി തന്നു. പിന്നീട് ഈ ടാസ്കിന് ശേഷം നമ്മുടെ സിജോയും ജാസ്മിനും തമ്മിൽ സംസാരിച്ച് ഇത് ബിഗ് ബോസ് ആണ്, ഇതിൽ ഗ്രൂപ്പായി കളിച്ചാൽ അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ടെന്നും മറ്റും പറഞ്ഞ് നമ്മുടെ ജാസ്മിനെ ഉപദേശിക്കുന്നുണ്ട് സിജോ. ഇതിനിടയ്ക്ക് അൻസിബയും സുരേഷും കൂടി ചെറിയൊരു മീഡിയ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അർജുൻ ഈ വീടിൻ്റെ ഒന്നാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനായി. പിന്നീട് ക്യാപ്റ്റൻ തൻ്റെ ജോലികൾ തുടങ്ങി. 4 ടീമുകളെ, കിച്ചൺ ടീം, അതുപോലെ തന്നെ ബാത്റൂം ടീം, കിച്ചൺ ടീം, ബാത്റൂം ടീം, ഫ്ലോർ ക്ലീനിങ് ടീം, അങ്ങനെ 4 ടീമുകളെ സെലക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അർജുന് കിട്ടിയ ആദ്യത്തെ ടാസ്ക്. അതുപോലെ തന്നെ ക്യാപ്റ്റന് സവിശേഷമായ ഒത്തിരി അധികാരങ്ങൾ കിട്ടി. നോമിനേഷൻ ഫ്രീ ആയിരുന്നു. അതുപോലെ തന്നെ ആരാണ് നമ്മുടെ 4ാമത്തെ മുറിയിൽ കടക്കേണ്ടതെന്നുള്ള തീരുമാനിക്കാനുള്ള അധികാരം കിട്ടി. അർജുനായിരുന്നു തീരുമാനിച്ചത്. കിച്ചൺ ടീമുകാർക്കാണ് അർജുന ആ അധികാരം കൊടുത്തത്, 4ാമത്തെ റൂമിൽ കിടക്കുവാനായിട്ടുള്ള അധികാരം കൊടുത്തത്. ഇത് കിച്ചൺ ടീമിന് കൊടുത്തത് നമ്മുടെ രതീഷിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. കിച്ചൺ ടീമായിട്ട് സെലക്ട് ചെയ്തത് ജാൻമണി, ശ്രീരേഖ, അതുപോലെ തന്നെ യമുന, ഗാബ്രിയേൽ, ഇത്രയും പേരെയാണ് സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ കിച്ചൺ ടീമിലേക്ക് സെലക്ട് ചെയ്തതും 4ാമത്തെ റൂമിലേക്ക് പവർ റൂമിലേക്ക് സെലക്ട് ചെയ്തവർക്കും ബാഡ്ജൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് പവർ റൂമിലുള്ള 5 പേർക്ക് കൂടിയിട്ട് ഒരാളെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരവും കൂടെ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതാണ് നമ്മുടെ പവർ റൂമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഒരു ടീമുകൾക്കും ഈ റൂമിലേക്ക് കയറാൻ പറ്റില്ല. പവർ റൂമിലേക്ക് ക്യാപ്റ്റൻ സെലക്ട് ചെയ്ത 4 പേർക്കല്ലാതെ ഒരു മനുഷ്യർക്കും പവർ റൂമിലേക്ക് കയറാൻ പറ്റില്ല. പക്ഷെ ബാക്കി പവർ റൂമിലുള്ളവർക്ക് മറ്റ് മുറികളിലേക്കും എല്ലായിടത്തേക്കും കയറാൻ പറ്റും എന്നുള്ള. അതുപോലെ തന്നെ പവർ റൂമിലേക്ക് സെലക്ട് ചെയ്ത ആരെയും നോമിനേഷനിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അധികാരം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ പവർ റൂമിലേക്ക് കയറി അർജുൻ ശ്യാം. എന്നിട്ട് പിന്നീട് നോമിനേഷനായിരുന്നു അവിടെ നടന്നത്. ഓരോരുത്തരെ വിളിച്ച് നോമിനേറ്റ് ചെയ്തു. ആദ്യമായിട്ട് വിളിച്ചത് ഗാബ്രിയേലിനെയാണ്. ഗാബ്രി വന്നു, 2 പേരെ നോമിനേറ്റ് ചെയ്തു. ഒന്ന് നമ്മുടെ ഇയാളുടെ പേര് ഞാൻ മറന്നുപോയി. ഇയാളെയും അതുപോലെ തന്നെ സിജോനെയാണ് സെലക്ട് ചെയ്തത്. രണ്ടാമത് വന്നത് ശ്രീരേഖയാണ്. ശ്രീരേഖ നോമിനേറ്റ് ചെയ്തത് സുരേഷിനെയും അതുപോലെ നൂറയുമാണ്. പിന്നീട് ജാൻമോണി വന്നു. ജാൻമോണി സെലക്ട് ചെയ്തത് 2 പേരെ, ഒന്ന് രതീഷിനെയും, വഴക്കുണ്ടായ രതീഷിനെയും, പിന്നെ നമ്മുടെ സുരേഷ് ചേട്ടനെയാണ് സെലക്ട് ചെയ്തത്. പിന്നെ വന്നത് നമ്മുടെ കോമണർ റസ്മിൻ ബായ്, എല്ലാം പേര് മറന്നുപോയി ഈ കുട്ടിയും. പിന്നെ ഈ നോമിനേറ്റ് ചെയ്തത് ഒന്ന് രതീഷിനെയും പിന്നെ സിജോനെയാണ്. പിന്നെ വന്നത് യമുനയാണ്. യമുന നോമിനേറ്റ് ചെയ്തത് ഒന്ന് രതീഷിനെയും ഒന്ന് നൂറയുമാണ്. പിന്നെ വന്നത് ജിമ്മനാണ്. ജിമ്മൻ നോമിനേറ്റ് ചെയ്തത് നമ്മുടെ സിജോനെയും അതുപോലെ തന്നെ സുരേഷ് ഏട്ടനെയാണ്. പിന്നെ വന്നത് അങ്ങനെ അവസാനം ഈ ആഴ്ച നോമിനേറ്റ് ചെയ്ത ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ചായ ഉണ്ടാക്കിയത് യമുന പറഞ്ഞിട്ടുണ്ട് രതീഷ് വളരെ മോശം ചായയായിരുന്നു. അവസാനം മര്യാദയ്ക്ക് നല്ല ചായ എനിക്ക് ഇനി തൊട്ട് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് ഒരു കാര്യവുമില്ലാതെ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നോമിനേഷനിൽ ഇട്ടതിൻ്റെ ഒരു ദേഷ്യത്തിലും അവിടെ കിടന്ന് ഒരു കാര്യമില്ലാതെ വായിട്ട് അലയ്ക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് കേട്ട സിജോ പറയുന്നുണ്ടായിരുന്നു സ്ക്രീൻ സ്പേസിന് വേണ്ടി ഇത്രയും നേരം ഇവിടെ പ്രസംഗിച്ച അയാൾക്ക് ഒരു കയ്യടി കൊടുക്കാനായിട്ട്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ എപ്പിസോഡ് അങ്ങനെ തീരുകയാണ്. നല്ല ഒരു എപ്പിസോഡായിരുന്നു ഒന്നാമത്തെ.